2025 റിലീസ് ചെയ്ത ഒരു ഇന്തോനേഷ്യൻ സോംബി ഹൊറർ മൂവിയാണ് ദ എലിക്സർ. ഇന്തോനേഷ്യയിൽ നിന്നും ആദ്യമായിട്ട് പുറത്തു വന്ന ഒരു സോംബി മൂവി. നമ്മൾ ഒരുപാട് സോംബി മൂവികൾ കണ്ട് മടുത്തതല്ലേ? പക്ഷെ ഈ ഒരു മൂവി ഓരോ നിമിഷവും നമ്മളെ ത്രില്ലടിപ്പിക്കും. മൂവിയെ പറ്റി കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടന്നാലോ? അപ്പോ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. സിനിമയുടെ തുടക്കത്തിൽ ഇന്തോനേഷ്യയിലുള്ള മനോഹരമായ ഒരു ഗ്രാമമാണ് കാണിക്കുന്നത്. ആ ഗ്രാമത്തിലുള്ള ഒരു വീട്ടിലായിട്ട് ഇപ്പോൾ ഒരു സുന്നത്ത് സൽക്കാരം നടക്കുകയാണ്. അവിടെ ഒരു പെൺകുട്ടി ഫംഗ്ഷന് വന്നവർക്ക് കോഫിയും ചായയും ഒക്കെ കൊടുക്കുന്ന തിരക്കിലാണ്. നിക്സി എന്നാണ് അവളുടെ പേര്. ആ സമയത്താണ് അവളെ കാണാനായിട്ട് ആ വീട്ടിലേക്ക് ഒരാൾ വരുന്നതും. എന്നാൽ അവനെ കണ്ടതേ അവൾ ദേഷ്യത്തോടെ അകത്തേക്ക് ഒരു ഒറ്റ പോക്ക്. റഹ്മാൻ എന്നാണ് വന്നവന്റെ പേര്. ആളൊരു പോലീസാണ്. മാത്രമല്ല നമ്മുടെ നിക്സിയുടെ ബോയ് ഫ്രണ്ട് ആണ് കക്ഷി. എന്തോ ഒരു സൗന്ദര്യ പിണക്കം അതിന്റെയാണ്. നിക്സി, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. എന്ത് കേൾക്കാൻ? എനിക്ക് വാക്ക് തന്നിട്ട് ഇത്രയും ദിവസം എന്നെ പറ്റിച്ചില്ലേ? പറ്റിച്ചതല്ല, എനിക്ക് അതിനൊരു അവസരം കിട്ടാത്തോണ്ടാ. ഇനി എന്ന് കിട്ടാൻ അവസരം? ഞാൻ ചത്തിട്ടോ? അവന് എന്ത് പറഞ്ഞാലും അവൾ ഉടക്കാൻ നിൽക്കുവാണ്. അവളെ പറഞ്ഞിട്ടും കാര്യമില്ല. ബോയ് ഫ്രണ്ട് ആണെങ്കിലും പരസ്പരം ഇഷ്ടമാണെങ്കിലും ഇതുവരെയും അവൻ അവളെ പ്രപ്പോസ് ചെയ്തിട്ടില്ല. നിക്സി ആണെങ്കിൽ അവൻ ഇന്ന് പ്രപ്പോസ് ചെയ്യും, നാളെ പ്രപ്പോസ് ചെയ്യും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നത് തന്നെ മിച്ചം. പ്ലീസ്, ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്ക്. ഇനി ഇങ്ങനെ ചെയ്യില്ല പറഞ്ഞുകൊണ്ട് അവൻ പോക്കറ്റിൽ നിന്നും ഒരു റിങ്സിന്റെ ബോക്സ് പുറത്തേക്ക് എടുത്ത് അവളെ പ്രപ്പോസ് ചെയ്യാൻ റെഡിയാകുന്നു. എന്നാൽ ആ നിമിഷം തന്നെയാണ് അവന് ചീഫ് ഓഫീസറുടെ കോള് വരുന്നതും. ഇപ്പൊ തന്നെ സ്റ്റേഷനിലേക്ക് ചെല്ലണം. ഓർഡർ വന്നാൽ പോയല്ലേ പറ്റൂ. പ്രപ്പോസ് ചെയ്യാനുള്ള സമയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എടുത്ത ബോക്സ് അവൻ അതുപോലെ തന്നെ തിരികെ വെച്ചു. തിരിഞ്ഞിരിക്കുന്നത് കാരണം നിക്സി ആണെങ്കിൽ ഇതൊന്നും അറിഞ്ഞതുമില്ല. അവൻ വേഗം തന്നെ അവളെ എഴുന്നേൽപ്പിച്ച് നിർത്തി. ഞാൻ വാക്ക് തരുവാ, ഈ നിമിഷം മുതൽ എന്റെ ഒന്നാമത്തെ പ്രയോറിറ്റി നീ മാത്രമായിരിക്കും. ഇപ്പൊ ഞാൻ വർക്കിന് പോവാ. വന്നിട്ട് ഈ പാത്രം മുഴുവൻ ഞാൻ കഴുകിത്തരാം. അതും പറഞ്ഞ് അവളുടെ കയ്യിലുണ്ടായിരുന്ന സോപ്പിന്റെ പത മുഴുവനും അവൻ തന്നെ അവന്റെ മുഖത്തേക്ക് വാരിത്തേക്കുന്നു. കുറച്ച് പതയായെങ്കിൽ എന്തായാലും പിണക്കം മാറിയല്ലോ. അങ്ങനെ എല്ലാം പറഞ്ഞ് സെറ്റാക്കിയ ശേഷം അവൻ ജോലിക്കായിട്ട് പോകുന്നു. എന്നാൽ അവന്റെ ആ ബൈക്ക് അവിടുന്ന് പോയതും തൊട്ട് പിറകെ ചേരി പാഞ്ഞുകൊണ്ട് ഒരു കാർ അവിടേക്ക് വരുന്നു. കണ്ടാലേ അറിയാം ബെല്ലും ബ്രേക്കും ഒന്നുമില്ല. അത് സ്പീഡിൽ വന്ന് ആ പന്തലുണ്ടായിരുന്ന മിക്ക ആൾക്കാരെ ഇടിച്ചു തെറിപ്പിക്കുന്നു. ശേഷം നിർത്തിയിട്ടിരുന്ന മറ്റൊരു ട്രക്കിന്റെ പിറകിൽ വന്ന ഒരൊറ്റ ഇടി. അവിടെ ഉണ്ടായിരുന്നവർക്കൊക്കെ ചെറിയ രീതിയിൽ പരുക്കം പറ്റിയിട്ടുണ്ട്. നാട്ടുകാര് മുഴുവനും വണ്ടി ഓടിച്ച ആളെ തെറിയോട് തെറി. ഇത് കണ്ടതും അവിടെ ഉണ്ടായിരുന്ന വയസ്സായ ഒരാളാണെങ്കിൽ ദേഷ്യത്തോടെ ആ കാറിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. ഇറങ്ങി വാടാ ഇങ്ങോട്ട്. താൻ മാനത്ത് നോക്കിയാണോ ഡ്രൈവ് ചെയ്യുന്നേ? അയാള് ദേഷ്യത്തോടെ ആ കാറിന്റെ ഡോർ വലിച്ചു തുറക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ ഇവൻ അടിച്ച പാമ്പാ. പക്ഷേ അത് പാമ്പല്ല, സോംബിയാണെന്ന് അങ്ങേർക്ക് അറിയില്ലല്ലോ. സോംബിയാണെങ്കിൽ അയാളെ കണ്ടതും അങ്ങേരെ കൊണ്ട് വയലിലേക്ക് എടുത്തൊരു ഒറ്റ ചാട്ടം. ചിക്കൻ കാല് കടിച്ചു പറിക്കുന്നത് പോലെയല്ലേ അയാളുടെ കഴുത്ത് കടിച്ചു പറിച്ചെടുത്തത്. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന നിക്സി അടക്കമുള്ള ആൾക്കാരാണെങ്കിൽ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയതുപോലെ നിൽക്കുവാണ്. കാര്യം എന്താണെന്ന് ആർക്കും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലേ? പിന്നീട് കാണിക്കുന്നത് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നതിനും 5 മണിക്കൂർ മുന്നേയുള്ള കാര്യങ്ങളാണ്. എന്തൊക്കെയോ മരുന്നുകൾ ഉണ്ടാക്കുന്ന ഒരു ഹെർബൽ ഫാക്ടറി. അവിടെ പുതിയതായിട്ട് കണ്ടുപിടിച്ച ഏതോ ഒരു മരുന്ന് ഒരു ഡോക്ടർ 2 പെട്ടികളിലാക്കി ഒരാളെ ഏൽപ്പിക്കുന്നു. ഒരെണ്ണം അയാളുടെ ബോസിന്റെ വീട്ടിലേക്കും മറ്റേത് മിസ്റ്റർ ഗ്രേസ് എന്ന പേരുള്ള ആർക്കും ആണ് കൊടുക്കേണ്ടത്. അങ്ങനെ 2 അഡ്രസ്സിലേക്കുള്ള മരുന്നുകളുമായിട്ട് 2 ഡെലിവറി ബോയ്സും അവിടുന്ന് പുറപ്പെടുന്നു. പിന്നീട് കാണിക്കുന്നത് ആ ബോസ് എന്ന് പറഞ്ഞ ആളുടെ വീടാണ്. 10-60 വയസ്സ് വരും നമ്മുടെ ബോസിന്. നടുകം മുതുകും ഒന്നും വയ്യ, അത്രയും ഔഷധയായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ബോസിന്റെ വൈഫാണെങ്കിലോ നല്ല സുന്ദരിയായ ഒരു ചെറുപ്പക്കാരിയും. പേര് കരീന. അവൾക്ക് കൂടി പോയാൽ ഒരു 10-30 വയസ്സേ കാണൂ. അത്രയും ഏജ് ഡിഫറൻസ് ഉണ്ട്. കാര്യം വേറൊന്നുമല്ല, നമ്മുടെ ബോസിന്റെ മകളുടെ കൂട്ടുകാരിയാണ് പുള്ളിക്കാരി. പ്രണയത്തിന് കണ്ണു മൂക്കൊന്നില്ലെന്ന് പറയില്ലേ, അത് തന്നെ സംഭവം. അടുത്തതായിട്ട് കാണിക്കുന്നത് ആ ബോസിന്റെ മകളെയാണ്. പേര് കെനീസ്. അവൾക്ക് ഒരു മകനുണ്ട്, റയാൻ. പിന്നെ ഹസ്ബൻഡ് റൂഡി. ഇപ്പൊ 3 പേരും കൂടി കെനീസിന്റെ അച്ഛന്റെ അടുത്തേക്ക് പോവുകയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ബോസിന്റെ അടുത്തേക്ക്. മാത്രമല്ല കെനീസും അവളുടെ ഹസ്ബൻഡ് റൂഡിയും കൂടി ബന്ധം വേർപെടുത്താനുള്ള ഒരു തീരുമാനത്തിലിരിക്കുവാണ്. ഇതേ സമയം ബോസിന്റെ വീട്ടിലേക്ക് ഡെലിവറി ബോയ് ആ മരുന്ന് എത്തിച്ചിട്ടുണ്ട്. കയ്യിൽ കിട്ടിയതേ അയാൾ ആ മരുന്നിന്റെ ഒരു ഡോസ് അപ്പോഴേ എടുക്കുന്നു. ശേഷം നേരെ കുളിക്കാനായിട്ടാണ് പോയത്. അപ്പോഴേക്കും നമ്മുടെ കെനീസും കുടുംബം അവിടേക്ക് എത്തിയിരുന്നു. കരീനയും കെനീസും കൂട്ടുകാരികളായിരുന്നല്ലോ. പക്ഷേ തന്റെ സ്വന്തം അച്ഛനെ കൂട്ടുകാരി കിട്ടിയത് കെനീസിന് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. മാത്രമല്ല കൂട്ടുകാരിയായിരുന്നവൾ ഇപ്പോൾ 2ാം അമ്മയായില്ലേ. അത് കാരണം വിവാഹത്തിന് ശേഷം അവൾ കരീനയോട് ഈ നിമിഷം വരെ മിണ്ടിയിട്ടില്ല. ഇനി മിണ്ടുമൊന്നും തോന്നില്ല. അടുത്തതായിട്ട് കെനീസിന്റെ ബ്രദറിനെയാണ് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ
നമ്മുടെ റയാന്റെ മാമൻ ബാങ് ബാങ് എന്നാണ് പുള്ളിയുടെ പേര്. 24 അവേഴ്സും ഗെയിം കളിയോട് ഗെയിം കളി. അതുകൊണ്ട് തന്നെ റയാന്റെ ചങ്ക് മാമനാണ്. രണ്ടുപേരും ഒരേ വൈബ്. ഇതേ സമയം കുളിക്കാൻ പോയ നമ്മുടെ ബോസ് തിരിച്ചെത്തിയിട്ടുണ്ട്. പക്ഷേ കണ്ണാടിയിൽ തന്റെ കോലം കണ്ടതേ അങ്ങനെ ഞെട്ടിപ്പോയി. കാരണം കുളിക്കാൻ പോയ ആളല്ല തിരിച്ചു വന്നത്. മുടിയിലുണ്ടായിരുന്ന ഒരു നര പോലും കാണാനില്ല. മാത്രമല്ല മുഖത്തുണ്ടായിരുന്ന ചുളിവുകൾ പകുതി മാറിയിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഒറ്റയടിക്ക് ഒരു 10-20 വയസ്സ് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ എങ്ങനെ ഞെട്ടാതിരിക്കും? ഇത് കാണുന്ന കരീനയുടെ അവസ്ഥ പറയണ്ടല്ലോ. വയസ്സായിരുന്ന തന്റെ ഭർത്താവ് ഇപ്പോൾ ചെറുപ്പക്കാരനായിട്ട് നിൽക്കുന്നത് കണ്ടതും അവൾ ഞെട്ടി. ഈ കാര്യങ്ങളൊന്നും അറിയാതെ കെനീസും ഹസ്ബൻഡും കൂടി ഓരോരോ കാര്യങ്ങൾ സംസാരിച്ചിരിക്കുവാണ്. നമ്മുടെ ബോസിന്റെ ഒരു ഫാക്ടറി ഇപ്പോൾ വിൽക്കാൻ പോവുകയാണ്. അപ്പോ അതിന്റെ ഷെയർ ചോദിക്കണം. പിന്നെ തങ്ങളുടെ ഡിവോഴ്സ് കാര്യം സംസാരിക്കണം. അതിനു വേണ്ടിയാണ് ഇപ്പോൾ ഇവരിങ്ങോട്ട് വന്നേക്കുന്നതും. അതിനെയൊക്കെ പറ്റി ഒരു കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ മാമനും റയാനും കൂടി ഗെയിം കളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ഓടി വരുന്നത്. റൂഡിക്കാണെങ്കിൽ മാമന്റെ ഈ കുട്ടികളെ കണ്ട് നല്ല ദേഷ്യവും വരുന്നുണ്ട്. കാരണം ഉത്തരവാദിത്വം എന്നൊരു സംഭവം ഇല്ല. എപ്പോഴും കുട്ടികൾ തന്നെ. ജോലിക്കും പോവില്ല, സ്വന്തം കാര്യവും നോക്കില്ല. 24 അവേഴ്സും ഗെയിം. പക്ഷേ റൂഡി എത്ര വഴക്ക് പറഞ്ഞിട്ടും അവനൊരു കുലുക്കവും ഇല്ല. ചങ്കരം പിന്നെ തെങ്ങി തന്നെ. ഈ സമയത്താണ് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് നമ്മുടെ ബോസ് അങ്ങോട്ടേക്ക് വരുന്നത്. അച്ഛന്റെ ഈ മാറ്റം കണ്ട് മകനും മകളും മരുമകനും കൊച്ചുമോനും എല്ലാം ഞെട്ടി. അച്ഛന്റെ മുടിക്കെന്ത് പറ്റി? ഡൈ അടിച്ചോ? ഡൈ ഒന്നുമല്ല, ഇത് ഒറിജിനലാ. പിന്നെ റൂഡി, നിന്റെ കമ്പനിയുടെ ആഡ് ഞാൻ കണ്ടിരുന്നു. ഇതൊക്കെ ഒരു ആടാണോ? നിനക്ക് തന്നെ അത് കണ്ടിട്ടൊന്നും തോന്നിയില്ലേ? അങ്കിള് തന്നെയല്ലേ ലോ പ്രൈസിൽ ചെയ്തു തരണമെന്ന് പറഞ്ഞത്? പിന്നെ ഫാക്ടറിയുടെ കാര്യം എങ്ങനെയാ? അത് വിൽക്കാൻ പോകുമെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ തീരുമാനം അങ്ങ് മാറ്റി. അത് വിൽക്കുന്നില്ല. കാരണം എന്താണെന്ന് അറിയോ? ഞാനൊരു പുതിയ മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതും പറഞ്ഞ് അയാൾ ആ മരുന്നെടുത്ത് എല്ലാവരെയും കാണിക്കുന്നു. ഈ മരുന്ന് കഴിച്ചാൽ എല്ലാവരും ചെറുപ്പമായി മാറും. എന്നെ തന്നെ കണ്ടില്ലേ? ഒരു നരമുടി പോലും ഇല്ല. കണ്ണാടി വെക്കേണ്ട ആവശ്യമില്ല. എന്റെ ശബ്ദം പോലും മാറിയില്ലേ? എല്ലാം ഈ മരുന്ന് കാരണമാ. ഇതുകൊണ്ട് ഈ ലോകം തന്നെ മാറ്റിമറിക്കാൻ കഴിയും. ഞാനും റൂഡിയും കൂടി ഡിവോഴ്സ് ആവാൻ പോവാ. എനിക്ക് കുറെ പ്ലാൻ ഉണ്ട്. എനിക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങണം. കെനീസ്, നീ ഒന്ന് സമാധാനപ്പെട്. നമുക്ക് അതിനെപ്പറ്റി പിന്നെ സംസാരിക്കാം. എന്ത് സംസാരിക്കാന്ന്? എന്നെ പറ്റിച്ചിട്ട് വേറൊരു പെണ്ണിനൊപ്പം താൻ പോയില്ലേ? ആ നിമിഷം ഞാനും താനുമായിട്ടുള്ള ബന്ധം തീർന്നു. അവൾ അങ്ങനെ പറഞ്ഞപ്പോഴാണ് അവര് തമ്മിൽ ഡിവോഴ്സ് ആവാനുള്ള കാര്യം എന്താണെന്ന് മനസ്സിലായതും. എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് സംസാരിച്ചു തീർക്കാം. എനിക്കൊന്ന് കേൾക്കണ്ട. എനിക്ക് പൈസ കിട്ടിയേ പറ്റൂ. ആരെന്തൊക്കെ പറഞ്ഞിട്ടും അവള് വീണ്ടും കിടന്ന് ബഹളം വെക്കുകയാണ്. എന്നാൽ ബോസിനാണെങ്കിൽ ഇതെല്ലാം കൂടെ കേട്ടിട്ട് വല്ലാതെ ദേഷ്യം വരുന്നു. മാത്രമല്ല ദേഷ്യപ്പെടുന്നതിനനുസരിച്ച് അയാളുടെ കഴുത്തിലും മുഖത്തുമെല്ലാം ഞരമ്പുകൾ പിടഞ്ഞു പോകാൻ തുടങ്ങി. ഒന്ന് നിർത്തുന്നുണ്ടോ? നീയെല്ലാം കൂടി എന്റെ കമ്പനി നശിപ്പിക്കാൻ നോക്കുകയാണല്ലേ? ഞാൻ ആ കമ്പനി ഒരിക്കലും വിൽക്കില്ല. ഇതല്ലേ ആ കോൺട്രാക്ട്? അതും പറഞ്ഞ് അയാളെ ദേഷ്യത്തോടെ ആ കോൺട്രാക്ട് കീറി കളയുന്നു. പെട്ടെന്നാണ് അയാളുടെ കഴുത്തിന് പിറകിലായിട്ട് ഭയങ്കര വേദന തോന്നുന്നത്. എന്താണെന്ന് അറിയാനായിട്ട് കെനീസ് ചെന്ന് നോക്കിയതും അവൾ ഞെട്ടിപ്പോയി. കുഞ്ഞു കുഞ്ഞു സുഷിരങ്ങൾ വീണതുപോലെ കഴുത്ത് മുഴുവൻ വികൃതമായിരിക്കുന്നു. മാത്രമല്ല അടുത്ത സെക്കൻഡിൽ തന്നെ രക്തം ഛർദ്ദിച്ചുകൊണ്ട് അയാൾ തറയിലേക്ക് വീഴുകയും ചെയ്തു. അച്ഛാ, അച്ഛനെന്താ പറ്റിയത്? റൂഡി, നീ വേഗം ഒന്ന് നോക്ക്. റൂഡി ഒരു ഡോക്ടറാണ് കേട്ടോ. അവൻ നോക്കുമ്പോൾ ഹേർട്ട് ബീറ്റും ഇല്ല, ശ്വസിക്കുന്നുമില്ല. നീ എന്താ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? വേഗം ആംബുലൻസ് വിളിക്ക്. എല്ലാവരും വെപ്രാളത്തോടെ വേഗം തന്നെ ഫോൺ എടുത്ത് ആരെയൊക്കെ വിളിക്കാൻ തുടങ്ങി. ഈ സമയത്ത് റയാൻ മാത്രം അപ്പൂപ്പൻ എന്താ പറ്റിയെന്ന് അറിയാനായിട്ട് അടുത്തേക്ക് വന്ന് നോക്കുന്നു. മുഖത്തൂടെ തലയിലേക്ക് എന്തൊക്കെ എഴഞ്ഞു കയറുന്നത് പോലുണ്ട്. അടുത്ത സെക്കൻഡിൽ തന്നെ ബോധമില്ലാതെ കിടന്ന ആള് ചാടി എഴുന്നേൽക്കുന്നു. പക്ഷെ അപ്പൂപ്പനായിട്ടല്ല, സോംബി ആയിട്ടാണെന്ന് മാത്രം. ഈ ബഹളമെല്ലാം കേട്ടുകൊണ്ട് ഒരു സെർവന്റ് അങ്ങോട്ടേക്ക് വന്നതും ബോസ് ഓടിച്ചെന്ന് അങ്ങയുടെ കുരവള്ളി കടിച്ചു പറിച്ച് വലിച്ചു ഞെടുത്തു. അപ്പോ ദേ ഇതെല്ലാം കണ്ട് ഞെട്ടിത്തെറിച്ച് പിറകിലായിട്ട് നിൽക്കുന്നു അയാളുടെ ഡ്രൈവർ. ഒന്നും നോക്കിയില്ല. അങ്ങേർക്കിട്ടും കിട്ടി നല്ല അസലൊരു കടി. പക്ഷെ അപ്പോഴേക്കും നമ്മുടെ മാമൻ ഓടി വന്ന് അച്ഛനെ പിടിച്ചു വലിച്ചു മാറ്റുന്നു. അത് അച്ഛനല്ല, സോംബിയാണെന്ന് ആർക്കും അറിയില്ലല്ലോ. സോംബിക്ക് എന്ത് മോൻ എന്ത് മോള്. മാമനെ ഏകദേശം കടിച്ചില്ല എന്നായതും അപ്പോഴേക്കും കെനീസും കരീനയും കൂടെ ഓടി വന്ന് സോംബിയെ പിടിച്ചു വലിച്ചു മാറ്റാൻ നോക്കുന്നു. പക്ഷേ സോംബി അനങ്ങണ്ടേ, അത്രയും ശക്തി. എന്നാൽ നമ്മുടെ മാമന്റെ കയ്യിലായിട്ട് ഒരു തോക്കിരിപ്പുണ്ടായിരുന്നു. ഈ അമ്പ് വിടുന്ന ടൈപ്പുള്ള തോക്ക്. പിടിവലിക്കിടെ അതിന്റെ ട്രിഗർ അറിയാതെ പ്രസ്സായതും ആരോ കൃത്യം നമ്മുടെ സോംബിയുടെ തല തുളച്ചങ്ങ് പോയി. അതോടെ പവനായി ശവമായി. പക്ഷേ അയാളൊരു സോംബിയായി മാറിയതാണെന്ന് അവിടെയുള്ള ആർക്കും അറിയില്ല. അവർ നോക്കുമ്പോൾ അവരുടെ അച്ഛനാണ് മരിച്ചത്. എല്ലാവരും ആകെ അങ്ങ് ഷോക്കായി നിന്നുപോയി. സ്വന്തം ഭർത്താവല്ലേ മരിച്ചത്? കരീനയ്ക്കത് സഹിക്കാനായില്ല. അച്ഛനെയല്ലേ കൊന്നത്? മാമനും ആകെ അങ്ങ് ഷോക്കായിട്ടിരുന്നു പോയി. ആർക്കും എന്ത് വേണമെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. സമയം കടന്നുപോയി. കരീന തന്റെ ദേഹത്തുണ്ടായിരുന്ന രക്തമെല്ലാം കഴുകി കളയുകയാണ്. അവൾക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ വയ്യ തന്റെ ഹസ്ബൻഡ് മരിച്ചെന്ന്. നേരത്തെ ആ ഡ്രൈവറിന് കിട്ടിയില്ലേ ഒരു കടി? അയാള് പേടിച്ച് കാറും എടുത്തുകൊണ്ട് അവിടുന്ന് പോകാൻ പോയതും റൂഡി അയാളുടെ പിറകെ ഓടി വരുന്നു. ആരിസ്, ദയവ് ചെയ്ത് ഇവിടെ നടന്ന കാര്യങ്ങൾ ആരോടും പറയരുത്. ആക്സിഡന്റ് ആണെന്ന് മാത്രമേ പുറത്തറിയാവൂ. നീ പോയി പോലീസിനെ വിളിച്ചോണ്ട് വാ. കാര്യമൊക്കെ ഞാൻ അവരോട് പറഞ്ഞോളാം. അങ്ങനെ അവൻ
അവൻ പറഞ്ഞത് സമ്മതിച്ചുകൊണ്ട് അയാൾ കാറും എടുത്ത് അവിടുന്ന് പോകുന്നു. സ്വന്തം അച്ഛനെ കൊല്ലുന്നത് ഏതെങ്കിലും ഒരു മകന് സഹിക്കാൻ പറ്റുമോ? മാമൻ കുറ്റബോധത്തോടെ കാറും എടുത്തുകൊണ്ട് എങ്ങോട്ടേക്ക് പോകാനായിട്ട് പോവുകയാണ്. പക്ഷേ അവന്റെ പിറകെ ഓടി വന്ന കെനീസ് അതിന് സമ്മതിക്കുന്നില്ല. എല്ലാം എന്റെ തെറ്റാ, ഞാൻ എന്റെ അച്ഛനെ കൊന്നത്. നോക്ക്, നീ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. ഇവിടെ നടന്നത് മുഴുവൻ ഒരു ആക്സിഡന്റ് ആണ്. അതില് നീ മനഃപൂർവ്വം ആരെയും ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവൾ അവനെ സമാധാനിപ്പിക്കുകയാണ്. നേരത്തെ ഒരു വേലക്കാരൻ ചെറുക്കന് കടി കിട്ടിയിരുന്നില്ലേ? അവന്റെ കുടുംബം മുഴുവനും ഇപ്പോൾ അവനെ ശുശ്രൂഷിക്കുകയാണ്. എന്നാൽ അല്പനേരം കഴിഞ്ഞതും ആ വേലക്കാരി ഓടിച്ചെന്ന് കരീനെ വിളിച്ചുകൊണ്ട് വരുന്നു. കാര്യം എന്താണെന്ന് അറിയാനായിട്ട് ചെന്ന് നോക്കിയപ്പോഴോ നേരത്തെ കടി കിട്ടിയ വേലക്കാരൻ ചെക്കൻ ദേ ഇപ്പോൾ ഒരു സോംബിയായി മാറിയിരിക്കുന്നു. അവന്റെ മുന്നിലേക്കാണ് എല്ലാം കൂടി ചെന്ന് നിന്നത്. പിന്നെ പറയണ്ടല്ലോ, ആദ്യം തന്നെ കരീനെ കടിക്കാനായിട്ട് അവളുടെ ദേഹത്തേക്ക് ചാടി വീഴുന്നു. പക്ഷേ അവൾ അതിന്റെ മോന്തക്കിട്ടൊരു ചവിട്ട് കൊടുത്തതും അത് നേരെ ചെന്ന് വീഴുന്നത് അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു സെർവന്റിന്റെ ദേഹത്തേക്കാണ്. ആ സോംബി ആ കൊച്ചിനെ കടിച്ച് പറിച്ചെടുത്ത് കളഞ്ഞു. ഇതേ സമയം മാമനും കെനീസും കൂടി കാറിലിരിക്കുവല്ലേ. അവർ നോക്കുമ്പോൾ കാറിന് പുറത്തായിട്ട് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. മാത്രമല്ല ഒരാള് മറ്റൊരാളെ കടിക്കുന്നത് പോലെ. കാര്യം എന്താണെന്ന് അറിയാനായിട്ട് കെനീസ് വേഗം കാറിൽ നിന്നിറങ്ങി അവരുടെ അടുത്തേക്ക് ചെല്ലുന്നു. ചെന്നപ്പോ കണ്ടതാണെങ്കിലോ ഒരു പെണ്ണ് മറ്റൊരു ചെറുക്കന്റെ കഴുത്ത് കടിച്ചു പറിച്ചെടുക്കുന്നു. ശേഷം നേരെ അവളുടെ അടുത്തേക്കാണ് ചെല്ലുന്നത്. ആ സോംബി അവളെ പിടിച്ചിലായി നായതും മാമൻ കാർ റിവേഴ്സ് കൊണ്ടുവന്ന് സോംബി ഒരൊറ്റ ഇടി. സോംബി രണ്ട് തുണ്ടമായി പോയി. ഇവിടെയാണെങ്കിൽ കരീനയും റൂഡിയും കൂടി റയാനെയും എടുത്തുകൊണ്ട് പുറത്തേക്ക് ഓടുകയാണ്. അവരുടെ തൊട്ട് പിറകെ തന്നെ സോംബിയുണ്ട്. മണം പിടിച്ച് അവര് പോയ വഴി തന്നെ ഓടുകയാണ്. അതും ഈ സമയത്താണ് കെനീസും മാമനും കൂടി റയാനെയും റൂഡിയും അന്വേഷിച്ചുകൊണ്ട് വീടിനകത്തേക്ക് വരുന്നത്. പക്ഷെ അവിടെ ആരുമില്ല. മാത്രമല്ല വീടിനകം നിറച്ച് ചോര തളം കെട്ടി കിടക്കുവാണ്. അവരാ വീട് മുഴുവനും അവർക്ക് വേണ്ടി തപ്പി ചെന്ന് നിന്നതാണെങ്കിലോ നേരത്തെ സോംബി കടിച്ചു പറിച്ച ആ പെണ്ണിന്റെ മുന്നിലേക്കും. ആ പെണ്ണും ഇപ്പോൾ ഒരു സോംബിയായി മാറി. സോംബിയുടെ മുന്നിൽ പെട്ടാൽ ഓടുകയല്ലാതെ വേറെ വഴിയില്ലല്ലോ. സോ അവരും ജീവനും കൊണ്ട് പുറത്തേക്ക് ഓടുന്നു. ശേഷം നേരെ ചെല്ലുന്നത് അവരുടെ കാറിന്റെ അടുത്തേക്കാണ്. നേരത്തെ കാറ് കയറ്റി മാമനൊരു സോംബിയെ കൊന്നില്ലായിരുന്നോ? പക്ഷേ ഇപ്പൊ നോക്കിയപ്പോ സോംബിയുടെ കുടലും പണ്ടൊക്കെ അവിടെ കിടപ്പുണ്ട്. പക്ഷെ സോംബിയെ കാണുന്നില്ല. ഇതെന്ത് കുത്തെന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി അന്തം വിട്ടിരിക്കുമ്പോൾ ദേ വരുന്നു എഴഞ്ഞെഴഞ്ഞ്. കാലിലെന്താ കൈ ഉണ്ടല്ലോ, അത് സൂപ്പർ ഫാസ്റ്റ് പോലെ എഴഞ്ഞെഴഞ്ഞ് അവരുടെ അടുത്തേക്ക് വന്നതും മാമൻ അതിന്റെ മോന്തയ്ക്ക് നോക്കി ഒരൊറ്റ തൊഴി. ശേഷം വേഗം ഓടി കാറിലേക്ക് കയറി രണ്ടുപേരും പെട്ടെന്ന് തന്നെ എടുത്ത് എസ്കേപ്പ് ആവുന്നു. കാറിന്റെ പിറകെയായിട്ട് ബാക്കിയുള്ള സോംബികളും. ഇതേ സമയം നേരത്തെ ഒരു ഡ്രൈവർ പോലീസ് സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോ അയാൾക്ക് ഏകദേശം ഇളകി തുടങ്ങിയിട്ടുണ്ട്. എവിടെ വെച്ചാണെന്ന് വെച്ചാൽ ആ സുന്നത്ത് സൽക്കാരം നടക്കുന്ന വീടിന്റെ അടുത്ത് വെച്ച്. നമ്മൾ ആദ്യം കണ്ട ആ ബെല്ലും ബ്രേക്കും ഇല്ലാതെ വന്ന കാർ ഇങ്ങേരുടെ ആയിരുന്നു. സകലതും ഇടിച്ചു തെറിപ്പിച്ച് ആ ട്രക്കിൽ വന്ന് ഇടിച്ചു നിൽക്കുകയും ചെയ്തു കാറ്. തെറിയും വിളിച്ചുകൊണ്ട് ഇല്ല മാമൻ അടുത്തേക്ക് വന്നപ്പോഴേക്കും അങ്ങേരെ പൂർണ്ണമായിട്ട് സോംബിയായി മാറിയിരുന്നു. അങ്ങേരെയും കൊണ്ട് ആ വയലിലേക്ക് എടുത്ത് ചാടി അയാളെ കാടിച്ചു പറിച്ചു തിന്നു കളഞ്ഞു. ശേഷം അവിടെ കൂടി നിന്ന ആ ആൾക്കൂട്ടത്തിനടുത്തേക്കാണ് ആ സോംബി ഓടിക്കേറിയത്. പിന്നെ പറയണ്ടല്ലോ, ചാകരണക്കിന് നിൽക്കുകയല്ലേ ആൾക്കാര്. സകലതിനെയും ഓടിച്ചിട്ട് കടിക്കാൻ തുടങ്ങി. ഇവിടെ ഇതേ സമയം കരീനയും റൂഡിയും റയാനെയും കൊണ്ട് ഓടടാ ഓട്ടം. അവരുടെ കൂടെ തന്നെ ഒരു സെർവന്റ് കൂടി ഉണ്ട്. പിറകെ തന്നെ മണം പിടിച്ച ആ സോംബിയും. ഓടി അവര് വരുന്നത് ഒരു ട്രക്കിന്റെ അടുത്തേക്കാണ്. സോംബിയും മണം പിടിച്ച് കൃത്യമാ ട്രക്കിന്റെ അടുത്തേക്ക് തന്നെ വരുന്നു. എന്നാൽ ട്രക്കിന്റെ അടുത്ത് ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ എവിടെ നിന്നൊക്കെയോ മനുഷ്യരുടെ മണം കിട്ടുന്നുണ്ട്. അതാ ട്രക്കിന്റെ ചുറ്റും കിടന്ന് തപ്പുവാണ്. ആ വേലക്കാരിയും റയാനും വണ്ടിയുടെ അടിയിലുണ്ടായിരുന്നു. കരീനയും റൂഡിയും ട്രക്കിന്റെ മറുവശത്തും. പക്ഷേ ചുറ്റും നടന്നു നോക്കിയിട്ടും ആരെയും കാണാത്തതുകൊണ്ട് തന്നെ ആ സോംബി അവിടുന്ന് പോകുന്നു. പക്ഷേ പോയില്ല. അപ്പോഴേക്കും റൂഡിയുടെ ഫോൺ റിംഗ് ചെയ്തിരുന്നു. പിന്നെ പറയണ്ടല്ലോ, ട്രക്കിനടിയിൽ ഒളിച്ചു കിടന്ന റയാന്റെ കാലിലാണ് അത് കയറി പിടിക്കുന്നത്. റൂഡിയും കരീനയും കൂടി സോംബിയുടെ കാലിനെ പിടിച്ചു വലിക്കുന്നു. പക്ഷേ ട്രക്കിനടിയിൽ കൂടി അപ്പുറത്തേക്ക് നുഴഞ്ഞിറങ്ങിയ സോംബി ആ വേലക്കാരിയെ കടിക്കാനായിട്ട് ചെന്നതും ട്രക്കിനുള്ളിൽ കയറിയ കരീന അവിടെ ഉണ്ടായിരുന്ന കമ്പി എടുത്ത് സോംബിയുടെ തോളത്തൊരൊറ്റ കുത്ത്. ആ നിമിഷം തന്നെയായിരുന്നു അവിടെ മഴ പെയ്യാനും തുടങ്ങിയത്. എന്ത് പറ്റിയെന്നറിയില്ല. മഴ പെയ്തതും ഒരുമാതിരി ഫ്രീസ് ആയതുപോലെ മുകളിലേക്ക് നോക്കി നിൽക്കുകയാണ് ആ സോംബി. ഒരുപക്ഷെ ഈ മഴയായിരിക്കും സോംബികളുടെ വീക്ക്നെസ്. എന്തായാലും ഈ ഒരു ഗ്യാപ്പ് നോക്കി എല്ലാവരും അവിടെ നോടി രക്ഷപ്പെടുന്നു. അങ്ങനെ അല്പ ദൂരേക്ക് ഓടി വന്ന ശേഷം റൂഡി കെനീസിന് ഫോൺ ചെയ്യുന്നു. നിങ്ങൾ എല്ലാവരും ഇത് എവിടെയാ? എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? സത്യമായിട്ടും എനിക്ക് അറിയില്ല. എല്ലാവരും എന്തോ ജീവിയെ പോലെ ഞങ്ങളെ കടിക്കാൻ വരുവാ. നിങ്ങളിപ്പോ എവിടെയാ നിൽക്കുന്നത്? നമ്മുടെ മോൻ സേഫ് ആണോ? അവനൊരു കുഴപ്പമില്ല. ഞങ്ങൾ ഇവിടെ അടുത്തുള്ള ചീഫിന്റെ വീട്ടിലേക്കാ പോകുന്നത്. നിങ്ങൾ അങ്ങോട്ട് വാ. അത് കേട്ട് കെനീസ് മാമനോട് ചീഫിന്റെ വീട് എവിടെയാണെന്ന് ചോദിക്കുന്നു. അവനുണ്ടോ അത് വല്ലതും അറിയുന്നു? അവന് പിന്നെ എന്ത് തേങ്ങ അറിയുന്നത്? ഇങ്ങനെ ഒരുത്തൻ. റൂഡി ദേഷ്യപ്പെട്ടുകൊണ്ട് അവരെ നിൽക്കുന്ന ലൊക്കേഷൻ അവൾക്ക് അയച്ചു കൊടുക്കുന്നു. ശേഷം അവരെല്ലാവരും കൂടി നേരെ ചീഫിന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. എന്നാൽ അവിടെ എത്തിയപ്പോഴോ പട പേടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ പന്തംകുളത്തി പട എന്ന് പറയുന്ന അവസ്ഥയായിരുന്നു. അവിടെ മുഴുവനും സോംബികളോട് സോംബികൾ. തുടക്കത്തിൽ കാണിച്ച ആ സൽക്കാരം നടന്ന വീടില്ലേ, അതായിരുന്നു. അവരെല്ലാവരും പതിയെ ശബ്ദമുണ്ടാക്കാതെ അകത്തേക്ക് കയറാൻ നോക്കിയെങ്കിലും എങ്ങനെയോ മണത്തറിഞ്ഞ ആ ഡ്രൈവർ സോംബി ഓടി വന്ന് ആ വേലക്കാരിക്കിട്ട് തന്നെ കടിക്കുന്നു. അവരുടെ ആ നിലവിളി ബഹളമെല്ലാം കേട്ടതും ബാക്കിയുണ്ടായിരുന്ന സോംബികളും കൂടി അങ്ങോട്ടേക്ക് പാഞ്ഞു വരികയാണ്. അകത്ത് കയറി കഥകടച്ചുകൊണ്ട് ഭാഗ്യത്തിന് കടി കിട്ടാതെ ബാക്കിയുള്ളവർ രക്ഷപ്പെട്ടു. അങ്ങനെ പതിയെ ശബ്ദമുണ്ടാക്കാതെ വീടിന്റെ ഉള്ളിലേക്ക് കയറുന്ന 3 പേരും. എന്നാൽ വീടിന്റെ മുന്നിലേക്ക് വന്ന് നോക്കിയപ്പോഴോ ഫ്രണ്ട് ഭാഗം മുഴുവൻ സോംബികളാണ്. അതങ്ങാണം ഇവർ
ഇവരെ കണ്ടാ തീർന്നില്ലേ? റൂഡി പതിയെ ശബ്ദമുണ്ടാക്കാതെ ചെന്ന് ആ മുന്നിലെ കതവടച്ച് കുറ്റിയങ്ങിട്ടു. പക്ഷേ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തമില്ല. വീടിന്റെ മുന്നിലും സോംബി, പിറകിലും സോംബി. പിന്നെ എങ്ങനെ ഇറങ്ങാനാ? ഇതൊന്നും അറിയാതെയാണ് നമ്മുടെ കെനീസ് മാമനും കൂടി ഷെയർ ചെയ്ത ആ ലൊക്കേഷനിലേക്ക് വരുന്നത്. വന്നപ്പോ കണ്ടതോ വീടിന്റെ മുന്നിൽ മുഴുവനും സോംബികളുടെ ചാകര. അവള് വേഗം തന്നെ ഫോൺ എടുത്ത് റൂഡിയെ വിളിക്കുന്നു. ഞങ്ങൾ ഈ വീടിനകത്ത് കുടുങ്ങിപ്പോയി, ചുറ്റിന് സോംബികളാ, ഞങ്ങൾ വീടിന്റെ വെളിയിൽ തന്നെ നിൽപ്പുണ്ട്, ഫോൺ അടിക്കുന്ന ശബ്ദം കേൾക്കുന്നത് നോക്ക്. അതും പറഞ്ഞ് ആ പൊട്ടിക്കാളി കാറിന്റെ ഫോൺ നീട്ടി അങ്ങടിച്ചു. ശബ്ദം കേട്ട് സോംബികളെല്ലാം കൂടി സടകുടഞ്ഞ് എഴുന്നേറ്റില്ലേ, എല്ലാം കൂടി കാറിന്റെ നേർക്ക് തന്നെ വെച്ച് പിടിച്ചു. അന്തം വിട്ട് അവിടെ തന്നെ നിന്ന എല്ലാം കൂടി വന്ന് കയറി മേഞ്ഞിട്ട് പോയില്ലേ. അതുകൊണ്ട് നമ്മുടെ മാമൻ വേഗം തന്നെ കാർ റിവേഴ്സ് എടുത്തു. സോംബികൾ തൊട്ട് പിറകിലും, സോറി മുന്നിലും. എന്തായാലും കാറിന്റെ സ്പീഡ് സോംബികൾക്കില്ലാത്തത് കൊണ്ട് അവർ രക്ഷപ്പെട്ടു. പക്ഷേ നാട് മുഴുവനും ആ സോംബികളെ ഇളക്കി വിട്ടിട്ടാണ് പോയതെന്ന് മാത്രം. ചീഫിന്റെ വീട്ടിൽ മാത്രം നിന്ന സോംബികളായിരുന്നു. ഇപ്പൊ അതുങ്ങളെല്ലാം കൂടി ആ നാട്ടിലുള്ള വീട്ടിലും കടകളിലും എല്ലാം കയറി കടിച്ചു പറിക്കുവാണ്. എന്തായാലും വീടിന്റെ മുന്നിലുള്ള സോംബികളെല്ലാം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവര് 3 പേരും വീടിന് പുറത്തേക്ക് ഇറങ്ങുന്നു. അങ്ങും ഇങ്ങും കുറച്ച് സോംബികളൊക്കെ കിടക്കുന്നുണ്ടെങ്കിലും അതുങ്ങൾക്കൊന്നും എഴുന്നേക്കാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ റയാനുമായിട്ട് അവര് 2 പേരും കൂടി ഒരു കാറിനടുത്തേക്കാണ് വരുന്നത്. തുടക്കത്തില് ആ ഡ്രൈവർ കൊണ്ടുവന്ന് ഇടിച്ച കാറില്ലേ ആ കാറ്. പക്ഷേ റൂഡി നോക്കിയിട്ട് ആ കാർ സ്റ്റാർട്ടാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇനി എന്ത് വേണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇവരുടെ കൂടെ നേരത്തെ ഉണ്ടായിരുന്ന വേലക്കാരിയില്ലേ, സോംബിയായി മാറിയ അവര് ഇവരുടെ നേരെ പാഞ്ഞു വരുന്നത്. അതോടെ റയാനെ പൊക്കി എടുത്തുകൊണ്ട് 2 പേരും കൂടി അവിടെ ഓടാൻ തുടങ്ങി. ഓടി ഓടി ഒരു കുഞ്ഞു വീടിന്റെ മുന്നിലേക്കാണ് 2 പേരും കൂടി വരുന്നത്. എന്തോ ഭാഗ്യത്തിന് അത് തുറക്കാൻ പറ്റി. അപ്പോ തന്നെ കരീന റയാനുമായിട്ട് ഉള്ളിലേക്ക് കയറിയിരുന്നു. പക്ഷേ പുറത്തേക്ക് നോക്കി അവൾ കാണുന്നത് റൂഡിയുടെ ദേഹത്തേക്ക് ചാടി വീഴുന്ന സോംബിയെയും. എന്ത് വേണമെന്നറിയാതെ അവൾ ആകെ സ്റ്റക്കായി പോയി. എന്നാൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആ സോംബിയെ കൊന്നുകൊണ്ട് റൂഡി അകത്തേക്ക് കയറി വന്നിരുന്നു. അവന്റെ ദേഹം മുഴുവൻ ചോരയെ കുളിച്ചിരിക്കുവാണ്. മാത്രമല്ല അവന്റെ കയ്യിലായിട്ട് ആ സോംബിയുടെ കടിയും ഏറ്റിരുന്നു. ഇതേ സമയം ഇവിടെ നമ്മുടെ കെനീസ് മാമനും കൂടി എങ്ങോട്ടും നില്ലാതെ വണ്ടി ഓട്ടിക്കുവാണ്. ഒരന്തവുമില്ലാതെ വണ്ടി ഓട്ടിച്ച് കയറുന്നതാണെങ്കിൽ നിറയെ ആൾക്കാരുമായിട്ട് വന്ന ഒരു ട്രക്കിന്റെ മുന്നിലേക്കും. ഭാഗ്യത്തിന് കാർ വെട്ടിച്ചു മാറ്റിയത് കൊണ്ട് ഇടിച്ചില്ല. പക്ഷേ കൺട്രോൾ പോയ കാറാണെങ്കിൽ ഉരുണ്ടു മറിഞ്ഞു ചെന്ന് നേരെ വയലിലേക്കാണ് വീഴുന്നത്. ഇത് കണ്ടതും ആ ട്രക്ക് ഓടിച്ചിരുന്ന ആള് വേഗം തന്നെ വണ്ടി നിർത്തി അവരുടെ കാറിന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നു. ഭാഗ്യത്തിന് കെനീസിനും മാമനും ഒന്നും പറ്റിയിരുന്നില്ല. നിങ്ങൾ ഓക്കെ അല്ലേ? വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. അയാള് അവരുടെ അടുത്ത് ഇങ്ങനെ ഒരുന്ന് ചോദിച്ചോണ്ടിരിക്കുമ്പോഴാണ് ആ ട്രക്കിനടുത്തേക്ക് കുറെ ആൾക്കാർ ഓടി വരുന്നത് ഇവർ കാണുന്നത്. ആ വരുന്നത് സോംബികളാണെന്ന് നമ്മുടെ കെനീസിനും മാമനും അറിയാം. പക്ഷെ ആ ട്രക്ക് ഡ്രൈവർക്ക് അറിയില്ലല്ലോ. ട്രക്കിന്റെ ഉള്ളിലാണെങ്കിൽ നിറയെ ആൾക്കാരും ഉണ്ട്. അയാൾ നോക്കുമ്പോൾ ആ ഓടി വന്ന ആൾക്കാരെല്ലാം ട്രക്കിനുള്ളിലേക്ക് വലിഞ്ഞു കയറി അതിനകത്തുണ്ടായിരുന്ന ആൾക്കാർ മുഴുവനിട്ട് കഴിക്കുന്നു. നിങ്ങൾ എന്തുവായി കാണിക്കുന്നേ? അത് എന്റെ ട്രക്കാ, ഇറങ്ങണ അതിനകത്തുനിന്ന്. അതും പറഞ്ഞ് ആ ഡ്രൈവറും അതിനടുത്തേക്ക് ഓടി പോകുന്നു. മാമനാണെങ്കിൽ പോകല്ലേന്ന് അയാളോട് വിളിച്ചു പറയുന്നുണ്ട്. പക്ഷെ ആര് കേൾക്കാൻ? ഒടുക്കം സോംബികളുടെ മൂട്ടിലേക്ക് ചെന്ന് കയറി കൊടുത്തതും അയാളുടെ കാര്യം ഗോവിന്ദ. ഇനിയും അവിടെ നിൽക്കാനാണെങ്കിൽ നല്ല പണി കിട്ടും. ആ ട്രക്കിനകത്തുണ്ടായിരുന്നവരും കൂടി ഇപ്പോൾ സോംബികളായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാമന് കെനീസ് കൂടി ജീവനം കൊണ്ട് ഓടുന്നു. ഇവിടെ ഇതേ സമയം നമ്മുടെ റൂഡിക്ക് സോംബിയുടെ കടിയേറ്റില്ലേ. ഏത് നിമിഷം വേണമെങ്കിലും താൻ സോംബിയായി മാറാം. അത് കാരണം അവൻ തന്റെ മകൻ റയാനോട് കുറെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നു. അച്ഛനും അമ്മയും കൂടി എപ്പോഴും വഴക്കിടുമായിരുന്നു. എങ്കിലും എനിക്ക് അവൾ ഒരുപാട് ഇഷ്ടമാണ്, ഇപ്പോഴും ഇഷ്ടമാണ്. ഇനി അങ്ങോട്ട് മോൻ വേണം അമ്മയെ നോക്കാൻ. അമ്മ എന്ത് പറഞ്ഞാലും കേൾക്കണം കേട്ടോ. അച്ഛൻ എങ്ങോട്ട് പോവുക? എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? അച്ഛനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. കരീനയുടെ കൂടെ തന്നെ കാണണം. അതും പറഞ്ഞ് അവൻ പെട്ടെന്ന് റയാന്റെ അടുത്തുനിന്ന് മാറി നിൽക്കുന്നു. ഇതേ സമയം കരീനയാണെങ്കിൽ വീടിന്റെ പുറത്തായിട്ട് വല്ല സോംബിയോ മറ്റോ ഉണ്ടെന്ന് നോക്കി നിൽക്കുകയാണ്. അന്നേരമാണ് വീടിന്റെ ഉള്ളിൽ നിന്നും എന്തോ ഒരു ശബ്ദം. ചെന്ന് നോക്കിയപ്പോൾ കാണുന്നതോ സോംബിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന റൂഡിയെയും. അവൾ വേഗം ഓടിച്ചെന്ന് റയാനെ പിടിച്ചു മാറ്റി. അപ്പോഴേക്കും അവൻ പൂർണ്ണമായിട്ട് ഒരു സോംബിയായി മാറിയിരുന്നു. കരീനയെ കണ്ടതും അവളെ കടിക്കാനായിട്ട് അവളുടെ ദേഹത്തേക്ക് ഒരൊറ്റ ചാട്ടം. റയാൻ ഓടിച്ചെന്ന് പിടിച്ചു മാറ്റാൻ നോക്കിയതും അടുത്തത് അവന്റെ നേരെയായി. അത് കണ്ട് കരീനെ ഓടി വന്ന് അതിന്റെ തലക്കിട്ട് ഒറ്റയടി. പക്ഷേ അത് അങ്ങനെയൊന്നും അടങ്ങില്ലല്ലോ. വീണ്ടും വേറെ പിടിച്ച പോലെ അവരുടെ നേർക്ക് പാഞ്ഞടുക്കുകയാണ്. കരീനെ റയാനും കൂടി ഒരു റൂമിൽ കയറി ഒളിച്ചിരുന്നതും അതിന്റെ ഡോർ അടിച്ചു തുറക്കാൻ കിണഞ്ഞ് പരിശ്രമിക്കുകയാണ് സോംബി. ഒടുക്കം ഫുൾ ഫോഴ്സിൽ ആ കഥകിലേക്ക് ചെന്നിടിച്ചതും അത് തുറന്നു വന്നു. പക്ഷേ മുന്നിലുണ്ടായിരുന്ന ഒരു കമ്പിയിൽ ചെന്ന് ഇടിച്ചു കയറി അങ്ങ് സ്റ്റഫായി പോയി. അത് കാരണം അവിടുന്ന് അതിന് അനങ്ങാനും പറ്റിയില്ല. ഈ ഗ്യാപ്പ് നോക്കി കരീനയും റയാനും കൂടി വേഗം തന്നെ ആ റൂമിന് പുറത്തേക്ക് ഇറങ്ങി ആ ഡോർ അടച്ചു. ജസ്റ്റ് മിസ്സിനാണ് രക്ഷപ്പെടുന്നത്. ആ ഒരു സമാധാനത്തിൽ ഇരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു പെൺകുട്ടി ആ വീടിനുള്ളിലേക്ക് കയറി കഥകൾ ലോക്ക് ചെയ്യുന്നത്. വേറെ ആരുമല്ല, അത് നമ്മുടെ നിങ്സി ആയിരുന്നു. അവളുടെ വീടായിരുന്നു അത്. ആ സൽക്കാര വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ട ഒരേ ഒരാൾ ഇവള് മാത്രമാണ്. പരസ്പരം കണ്ടതും 2 പേരും കത്തിയെടുത്തു. ആരാ നീ? നിനക്ക് കടിയേറ്റിട്ടുണ്ടോ? ഞങ്ങള് രക്ഷപ്പെട്ട് ഓടിക്കേറിയതാ ഈ വീട്ടില്. കരീനെ അങ്ങനെ പറഞ്ഞതും പെട്ടെന്നാണ് അകത്ത് നിന്നൊരു ശബ്ദം കേൾക്കുന്നത്. എന്താണെന്ന് അറിയാനായിട്ട് നിങ്സി ചെന്ന് നോക്കിയപ്പോഴോ അത് സോംബിയായി മാറിയ റോഡിയായിരുന്നു. ഇതേ സമയം ഇവിടെ നമ്മുടെ മാമന് കെനീസും കൂടി ഓടിക്കേറിയത് ഒരു പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു. നമ്മുടെ നിങ്സിയുടെ കാമുകൻ റഹ്മാൻ ഇല്ലേ, അവൻ ജോലി ചെയ്യുന്ന അതേ പോലീസ് സ്റ്റേഷനില്.
സാർ ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങളുടെ കാർ ആക്സിഡന്റ് ആയി, അവിടെ കുറെ പേര് ഞങ്ങൾ ആക്രമിക്കാൻ വരുവാ, പ്ലീസ് സാർ ഞങ്ങളെ രക്ഷപ്പെടുത്തണം. പോലീസുകാർക്കാണെങ്കിൽ അവർ എന്താണ് പറയുന്നതെന്ന് അങ്ങോട്ട് മനസ്സിലായില്ല. കാര്യം എന്താണെന്ന് അറിയാനായിട്ട് 2-3 പോലീസുകാർ പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. പക്ഷേ റഹ്മാൻ അവരുടെ കൂടെ അവിടെ നിൽക്കുകയാണ് ചെയ്തത്. ബാക്കിയുണ്ടായിരുന്ന പോലീസുകാരെല്ലാം നിങ്സി മാമനും പറഞ്ഞതുപോലെ അവിടേക്ക് ചെന്ന് നോക്കുന്നു. അവർ നോക്കുമ്പോൾ ഒരു ട്രക്കിനടുത്ത് കുറെ ആൾക്കാർ കൂടി നിന്ന് ഇങ്ങനെ എന്തൊക്കെയോ കാണിക്കുന്നു. നീയൊക്കെ എന്തോടെ ചെയ്യുന്നത്? ഒരു പോലീസുകാരൻ അറിയാതെ വിളിച്ചു ചോദിച്ചു പോയി. പിന്നെ പറയണ്ടല്ലോ, സോംബികളെല്ലാം കൂടി അവരുടെ നേർക്കങ്ങ് തിരിഞ്ഞു. എന്റെ ദൈവമേ, എന്തോ ഇത്! സോംബികളെല്ലാം കൂടി കൂട്ടത്തോടെ പാഞ്ഞു വരുന്നത് കണ്ടതും വേറെ നിവൃത്തിയില്ലാതെ പോലീസുകാർക്ക് വെടിവെക്കേണ്ടി വന്നു. ഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞ് സോംബിക്ക് എന്താവാനാ? എല്ലാം കൂടി വന്ന് അവിടെ ഉണ്ടായിരുന്ന സകല പോലീസുകാരെയും കടിച്ച് പറിച്ച് കുടഞ്ഞു കളഞ്ഞു. അപ്പോഴേക്കും പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന റഹ്മാന് നിങ്സിയുടെ കോള് വരുന്നു. റഹ്മാൻ, എന്റെ അച്ഛനും അമ്മയും അങ്കിളും എല്ലാവരും മരിച്ചുപോയി. നീ എന്താ പറയുന്നത്? അവരെങ്ങനെ മരിച്ചെന്നാ? നീ സേഫ് അല്ലേ? എനിക്കൊന്നും അറിയില്ല. പെട്ടെന്ന് കുറെ ആൾക്കാരെല്ലാം കൂടി പരസ്പരം കടിച്ചു കൊല്ലാൻ തുടങ്ങി. എന്ത് പറ്റിയതാണെന്നൊന്നും എനിക്ക് അറിയില്ല. അവൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് നേരത്തെ സോംബികൾ അറ്റാക്ക് ചെയ്തില്ലേ, അതിൽ നിന്നും ഒരു പോലീസുകാരൻ രക്ഷപ്പെട്ട് ഓടിയ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത്. അയാളുടെ പിറകെ തന്നെ കൂട്ടത്തോട് സോംബികളും. റഹ്മാൻ വേഗം തന്നെ ആ പോലീസുകാരനകത്താക്കി വാതിൽ പിടിച്ചടച്ചു. എല്ലാം കൂടി ഡോർ പൊളിക്കുമെന്ന് കണ്ടതും അലമാരയും മേശയും കസാരയും എല്ലാം എടുത്ത് വാതിൽ തടവച്ചു. ശേഷം അവനോടി ആ പോലീസുകാരന്റെ അടുത്തേക്ക് വരുന്നു. അയാളുടെ കഴുത്തിൽ നിന്നും നല്ല രീതിയിൽ ബ്ലഡ് പോകുന്നുണ്ട്. കാരണം അവിടെയാണ് ഈ സോംബി കടിച്ചത്. സാറിന് എന്താ പറ്റിയത്? ഞാൻ വേഗം കൺട്രോൾ റൂമിലേക്ക് വിളിക്കാം. അതും പറഞ്ഞ് അവൻ ഫോൺ എടുത്ത് കൺട്രോൾ റൂമിലേക്ക് വിളിക്കുന്നു. എന്നാൽ അപ്പോഴാണ് സോംബിയായി മാറിയ പോലീസുകാരൻ അവിടെ നിന്ന് എഴുന്നേറ്റ് വരുന്നത്. അതൊരു സോംബിയാണെന്ന് റഹ്മാൻ അറിയില്ലല്ലോ. പക്ഷേ നമ്മുടെ മാമനും കെനീസിനും അതറിയാം. സാർ അങ്ങോട്ട് പോവല്ലേ, അതിപ്പോൾ ആ പോലീസുകാരനല്ല. പക്ഷേ റഹ്മാനുണ്ടോ അത് കേൾക്കുന്നു. അവൻ അയാളുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങിയതും മാമൻ റഹ്മാന്റെ കയ്യിലുണ്ടായിരുന്ന തോക്ക് തട്ടിപ്പറിച്ച് ആ പോലീസുകാരനെ ചറപ്പറാന്ന് വെടിവെക്കുന്നു. ഡാ, നീ എന്ത് പണിയായി കാണിച്ചത്? എന്റെ ബോസിനെ കൊന്നല്ലേ? ദോ അങ്ങോട്ട് തിരിഞ്ഞു നോക്കേ. അത് കേട്ട് റഹ്മാൻ തിരിഞ്ഞു നോക്കിയതും ആ സോംബി അവന്റെ ദേഹത്തേക്ക് ചാടി വീണത് ഒരുമിച്ചായിരുന്നു. അപ്പോഴാണ് ഏകദേശം കാര്യങ്ങളൊക്കെ അവന് മനസ്സിലായതും. എന്തായാലും കടി കിട്ടുന്നതിന് മുന്നേ റഹ്മാൻ ആ സോംബിയെ തള്ളി മാറ്റി. അപ്പോതേ നമ്മുടെ മാമന്റെ നേരെ പോകുന്നു. ഒടുക്കം എങ്ങനെയൊക്കെ പിടിച്ചു വലിച്ച് രണ്ടുപേരും കൂടി സോംബിയെ സെല്ലിനകത്തിട്ടങ്ങ് പൂട്ടി. കാര്യങ്ങൾ എന്തുമാത്രം സീരിയസ് ആണെന്ന് ഇപ്പോൾ റഹ്മാന് മനസ്സിലായിട്ടുണ്ട്. ഇതുവരെ നടന്ന കാര്യങ്ങളെല്ലാം മാമനും റഹ്മാനോട് തുറന്നു പറയുന്നു. അവൻ വേഗം തന്നെ ഫോൺ എടുത്ത് തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലും കാര്യങ്ങൾ അറിയിക്കുന്നു. ഇനി അവര് വന്നിട്ട് വേണം തങ്ങൾ ഇവിടുത്തെ രക്ഷിക്കാൻ. അത്രയും സോംബികളാണ് ഈ പോലീസ് സ്റ്റേഷന് ചുറ്റും. കെനീസ് ആണെങ്കിൽ റയാന്റെ റൂഡിയുടെ കാര്യങ്ങൾ അറിയാതെ ആകെ ടെൻഷൻ അടിച്ച് നടക്കുവാണ്. ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. എന്ത് വേണമെന്നറിയാതെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് അവളുടെ ഫോണിലേക്ക് കരീനയുടെ കോള് വരുന്നത്. അവിടെ നടന്ന കാര്യങ്ങളെല്ലാം കരീന അവളോട് പറയുന്നു. ശേഷം സംസാരിക്കാനായിട്ട് റയാന്റെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുന്നു. മോന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഞാൻ ഓക്കെ ആണമ്മ. നിങ്ങൾ എപ്പോഴാ വരുന്നത്? ഞങ്ങൾ അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. എത്രയും പെട്ടെന്ന് അവിടെ എത്തും. മോൻ അച്ഛന്റെ കൂടെ തന്നെ നിൽക്കണം കേട്ടോ. പപ്പ എന്തിയെ? പപ്പയുടെ കയ്യിൽ ഫോൺ കൊടുക്ക്. അവളത് പറഞ്ഞതും കരീന പെട്ടെന്ന് ഫോൺ മേടിക്കുന്നു. കെനീസ്, റൂഡിക്കും കടിയേറ്റു. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അവനും ഇപ്പോൾ. അവൾ അങ്ങനെ പറഞ്ഞതും കെനീസ് ശരിക്കും ഷോക്കായി പോയി. എത്രയൊക്കെ ദേഷ്യമാണെങ്കിലും അവൾക്ക് ഇഷ്ടമായിരുന്നു അവനെ. അതുകൊണ്ട് തന്നെ അവൾക്കത് സഹിക്കാൻ പറ്റിയില്ല. കരീന, ഞങ്ങളിപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. പക്ഷേ ഞങ്ങളിവിടെ സ്റ്റക്കായി പോയി. അടുത്തുള്ള സ്റ്റേഷനിൽ നിന്നും ഞങ്ങൾ റെസ്ക്യൂ ചെയ്യാനായിട്ട് പോലീസുകാർ വരുന്നുണ്ട്. അവരിവിടെ വന്നാൽ ഉടനെ ഞങ്ങൾ അവരെയും കൂട്ടി നിങ്ങളുടെ അടുത്തേക്ക് വരാം. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് മാമൻ അവൾ ആശ്വസിപ്പിക്കുന്നു. എന്നാൽ ഈ സമയം പോലീസ് സ്റ്റേഷന്റെ പുറത്ത് സോംബികളുടെ എണ്ണം കൂടി വരികയാണ്. അതെല്ലാം കൂടി അകത്തേക്ക് കയറി വരാതിരിക്കാൻ വേണ്ടി 3 പേരും കൂടി ഡോർ തള്ളി പിടിക്കുന്നു. എത്ര നേരം ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് അറിയില്ല. അത്രയും സോംബികളാണ് പുറത്തുള്ളത്. ആകെയുള്ളൊരു പ്രതീക്ഷ റെസ്ക്യൂ ചെയ്യാൻ വരുമെന്ന് പറഞ്ഞ പോലീസുകാരാണ്. പക്ഷേ അവരെ റെസ്ക്യൂ ചെയ്യാനായിട്ട് അവിടേക്ക് വന്ന പോലീസുകാരെയും ആ സോംബികൾ ആക്രമിച്ച കാര്യം ആരും അറിഞ്ഞില്ല. അങ്ങോട്ട് വന്ന എല്ലാ പോലീസുകാരെയും സോംബികൾ കടിച്ചു കൊന്നു കളഞ്ഞു. അതേസമയം റഹ്മാനും കെനീസും മാമനും കൂടി ഇപ്പോൾ പോലീസ് സ്റ്റേഷന്റെ ടെറസിന്റെ മുകളിലേക്ക് കയറിയിരിക്കുകയാണ്. അവിടെ നിന്ന് നോക്കിയപ്പോഴാണ് തങ്ങളെ റെസ്ക്യൂ ചെയ്യാൻ വന്ന പോലീസുകാരുടെ അവസ്ഥ അവർ കാണുന്നത്. ആകെ ഉണ്ടായിരുന്ന ഒരു ഹോപ്പായിരുന്നു. ഇപ്പൊ അതും പോയി. എന്നാൽ അവിടെ നിന്നും താഴേക്ക് നോക്കിയ റഹ്മാൻ ശരിക്കും ഞെട്ടിപ്പോയി. അത്രയ്ക്ക് സോംബികളാണ് പോലീസ് സ്റ്റേഷന്റെ മുന്നിലുള്ളത്. മാത്രമല്ല ഈ സോംബികളുടെ എല്ലാം ശബ്ദം കേട്ടുകൊണ്ട് ആ പ്രദേശത്തുള്ള സകല സോംബികളും അങ്ങോട്ടേക്ക് ഇരച്ചു വരികയാണ്. ഇതിനെയെല്ലാം മറികടന്ന് എങ്ങനെ രക്ഷപ്പെടാനാ? സമയം കടന്നുപോയി. ഇപ്പോ സന്ധ്യയാകാറായിട്ടുണ്ട്. അപ്പോഴാണ് അടുത്തുള്ള പള്ളിയിൽ നിന്നും ഉച്ചത്തിലുള്ള ബാങ്ക് വിളി കേൾക്കുന്നത്. എന്നാൽ ഈ ശബ്ദം കേട്ടതും സോംബികൾ മുഴുവനും ശബ്ദം കേട്ട ഭാഗത്തേക്ക് പായാൻ തുടങ്ങി. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പിന്നെ ബാങ്ക് വിളിക്കുന്ന ആളുടെ നിലവിളിയാണ് ആ മൈക്കിൽ കൂടെ കേൾക്കാൻ തുടങ്ങിയതും. ഇതൊക്കെ കണ്ടതും റഹ്മാൻ ഒരു ഐഡിയ തോന്നി. ഇന്ന് രാവിലെ നടന്ന ഒരു റെയ്ഡിന്റെ ഭാഗമായിട്ട് കുറേയേറെ പടക്കങ്ങൾ ഇവർ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. അതിൽ നിന്നും ഒരു റോക്കറ്റ് എടുത്തുകൊണ്ടുവന്ന് ദൂരേക്ക് കത്തിച്ചു വിടുന്നു. ഈ ശബ്ദം കേട്ടതും സോംബികൾ മുഴുവനും പടക്കം പൊട്ടിയ ഭാഗത്തേക്ക് ഓടാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ശബ്ദത്തോട് സോംബികൾ പ്രതികരിക്കുന്നുണ്ട്. എവിടെ ശബ്ദം കേൾക്കുന്നോ അങ്ങോട്ടേക്കായിരിക്കും സോംബികൾ പോകുന്നത്. പോലീസ് സ്റ്റേഷനിൽ നിന്നും കുറച്ച് മാറിയാണ് റഹ്മാന്റെ ബൈക്ക് ഇരിക്കുന്നത്. സോംബികളെല്ലാം ഈ ഭാഗത്തുനിന്ന് മാറ്റുകയാണെങ്കിൽ അവർക്ക് ആ മോട്ടോർ സൈക്കിളിൽ കയറി രക്ഷപ്പെടാൻ പറ്റും. അങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി അവരൊരു പ്ലാൻ തയ്യാറാക്കി. രാത്രിയായതും ശരീരം മുഴുവനും കടി കിട്ടാതിരിക്കാൻ
ഒളിക്കാൻ വേണ്ടി സേഫ്റ്റിക്കായിട്ട് വെച്ച് കിട്ടുന്നു. ആവശ്യത്തിനുള്ള തോക്കുകളും എല്ലാവരും എടുക്കുന്നുണ്ട്. മാമന് പിന്നെ വീഡിയോ ഗെയിമൊക്കെ കളിച്ച് പരിചയമുണ്ടായതുകൊണ്ട് തന്നെ ഷൂട്ട് ചെയ്യാനൊക്കെ നല്ല എളുപ്പമാണ്. അങ്ങനെ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങാൻ റെഡിയായി. പക്ഷെ ആദ്യം സോംബികളെ മുന്നിൽ നിന്ന് മാറ്റണ്ടേ? അതിനുവേണ്ടി പ്ലാൻ ചെയ്തതുപോലെ തന്നെ അവർ പടക്കം പൊട്ടിക്കാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി ആദ്യം അവര് ശബ്ദമുണ്ടാക്കാതെ പതിയെ വാതിൽ തുറന്നു. ശേഷം ആ ഗ്യാപ്പിലൂടെ ചറപ്പറാന്ന് റോക്കറ്റുകൾ പുറത്തേക്ക് പൊട്ടിക്കാൻ തുടങ്ങി. വിചാരിച്ചതുപോലെ തന്നെ സ്റ്റേഷനിന് മുന്നിലുണ്ടായിരുന്ന സകല സോംബികളും ശബ്ദം കേട്ട ഭാഗത്തേക്ക് വെച്ച് പിടിച്ചു. അതോടെ സ്റ്റേഷന്റെ പരിസരം മുഴുവനും കാലി. ഈ ഗ്യാപ്പ് നോക്കി 3 പേരും കൂടി പതിയെ പുറത്തേക്ക് ഇറങ്ങി. ശബ്ദമുണ്ടാക്കാതെ റോഡിലേക്ക് ഇറങ്ങി സ്കൂട്ടറിന്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങിയപ്പോഴാണ് ദേ ആ ഭാഗത്തുനിന്ന് കുറെ സോംബികൾ ഓടി വരുന്നു. പണ്ടാരടങ്ങാനായിട്ട് വെടിവെക്കാതെ വേറെ നിവർത്തിയില്ല. വേറെ വഴിയില്ലാതെ തങ്ങളുടെ അടുത്തേക്ക് ഓടി വരുന്ന സോംബികളെല്ലാം അവർ വെടിവെച്ചിടാൻ തുടങ്ങി. വെടിവെക്കുന്ന ശബ്ദം കേട്ടാ പിന്നെ സോംബികൾ അടങ്ങിയിരിക്കില്ലല്ലോ. പോയതുപോലെ തന്നെ സകലതും കൂടി അവരുടെ അടുത്തേക്ക് തന്നെ തിരികെ വരുന്നു. ഇവര് നിൽക്കുന്നതാണെങ്കിലോ റോഡിന്റെ നടുക്കും. കൂട്ടത്തോടെ ഓടി വന്ന സകല സോംബികളും കൂടി അവരെ 3 പേരെ അങ്ങ് പൊതിഞ്ഞു. പക്ഷേ ഹെൽമറ്റും ജാക്കറ്റും ഷീൽഡും ഒക്കെ ഉണ്ടായതുകൊണ്ട് ആർക്കും കടി കിട്ടിയില്ല. 1, 2 ഒന്നുമല്ല, എണ്ണമില്ലാത്ത അത്രയും സോംബികളാണ് ചുറ്റിനും. എത്രയെന്ന് പറഞ്ഞാ വെടിവെക്കുന്നത്? ശബ്ദം കേട്ട് വീണ്ടും വീണ്ടും സോംബികൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ ഇതേ സമയം കരീനയും നിക്സിയും തങ്ങളെ രക്ഷിക്കാൻ വരുന്നവരെയും കാത്തിരിക്കുകയാണ്. അപ്പുറത്തെ മുറിയില് സോംബിയായിട്ട് മാറിയ റോഡി ഒരു കമ്പിയിൽ സ്റ്റക്കായി നിൽക്കുമല്ലേ. പക്ഷേ എങ്ങനെയൊക്കെയോ അത് ആ കമ്പിയിൽ നിന്ന് ഊരി വരുന്നു. ശേഷം ആ കതക് തല്ലി പൊളിച്ച് അകത്തേക്ക് വരാൻ നോക്കുകയാണ്. ഈ ശബ്ദം കേട്ടതും വീടിന് ചുറ്റുമുണ്ടായിരുന്ന സോംബികളെല്ലാം കൂടി അങ്ങോട്ടേക്ക് ഓടി വരാൻ തുടങ്ങി. നിക്സിയും കരീനയും കൂടി കതക് തുറന്നു വരാതിരിക്കാൻ തള്ളി പിടിച്ചേക്കുവാണ്. കുറെ എണ്ണം ജനലിന്റെ ചില്ലൊക്കെ പൊളിച്ച് അകത്തേക്ക് കടക്കാൻ നോക്കുന്നു. അപ്പുറത്തെ മുറിയിലാണെങ്കിൽ മറ്റൊരു സോംബിയും. എല്ലാത്തിന്റെയും നടുക്ക് വിട്ട് ആകെ പേടിച്ചരണ്ടിരിക്കുകയാണ് 3 പേരും. ഇവിടെയുള്ള ഇവരുടെ അവസ്ഥ ഇത് തന്നെയാണല്ലോ. എങ്ങനെ രക്ഷപ്പെടാനാ? എല്ലാവരും മരണം മുന്നിൽ കണ്ടു നിൽക്കുന്ന നിമിഷം. പക്ഷേ മനുഷ്യൻ നിസ്സഹായനാവുന്നിടത്ത് ദൈവം പ്രത്യക്ഷപ്പെട്ടെന്ന് പറയില്ലേ, അതുപോലൊരു അത്ഭുതം ഇവിടെ സംഭവിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ ഇടിപ്പെട്ടി മഴ പെയ്യാൻ തുടങ്ങി. നേരത്തെ മഴ പെയ്തപ്പോഴുള്ള സോംബികളുടെ റിയാക്ഷൻ കണ്ടതല്ലേ, ഇവിടെ അത് തന്നെ സംഭവിച്ചു. ഇടിവെട്ടി മഴ പെയ്യാൻ തുടങ്ങിയതും സോംബികളെല്ലാം മുകളിലേക്ക് നോക്കി ഫ്രീസ് ആയതുപോലെ നിൽക്കാൻ തുടങ്ങി. വേറെ ഒന്നിനെ അവർ ശ്രദ്ധിക്കുന്നില്ല. കെനീസിനും മാമനും റഹ്മാനും ആണെങ്കിൽ എന്താണ് സംഭവം ഒന്നും കൊണ്ട് മനസ്സിലായില്ല. പക്ഷേ അതും ആലോചിച്ചുകൊണ്ട് നിൽക്കാനുള്ള സമയമില്ലല്ലോ. കിട്ടിയ ഗ്യാപ്പ് നോക്കി 3 പേരും കൂടി അവിടെ ഓടി രക്ഷപ്പെടുന്നു. ഇവിടെയും ഇത് തന്നെയാണ് അവസ്ഥ. സോംബികളെല്ലാം മഴയത്ത് അനങ്ങാതെ നിൽക്കുകയാണ്. രക്ഷപ്പെടാൻ ഇതിലും നല്ലൊരു അവസരം കിട്ടണമെന്നില്ല. നമുക്ക് എന്റെ സ്കൂട്ടറിൽ രക്ഷപ്പെടാം. അതും പറഞ്ഞ് നിക്സി അവളുടെ മോട്ടോർ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നു. 3 പേരും കൂടി അതിൽ കയറി ഇരുന്നതും ഡോറും പൊളിച്ചുകൊണ്ട് സോംബിയായ റോഡി അവിടേക്ക് വന്നത് ഒരുമിച്ചായിരുന്നു. വീടിനകത്തായതുകൊണ്ട് അവൻ മഴ നനഞ്ഞില്ലല്ലോ. പക്ഷേ പേടി കിട്ടുന്നതിന് മുന്നേ തന്നെ ജസ്റ്റ് മിക്സിന് അവർ 3 പേര് രക്ഷപ്പെടുന്നു. ഇവിടെ നമ്മുടെ കെനീസും മാമനും റഹ്മാനും കൂടി ബൈക്കിനടുത്തേക്ക് നടക്കുകയാണ്. പക്ഷേ അവരുടെ കെട്ട നേരത്തിനാണോ എന്തോ ബൈക്കിനടുത്ത് തയ്യാറായതും മഴ നിന്നുപോയത് ഒരുമിച്ചായിരുന്നു. അതോടെ സോംബികളെല്ലാം കൂടി വീണ്ടും അവർ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നു. 3 പേരും കൂടി 2 വഴിക്കായിട്ടാണ് ചിതറി ഓടിയത്. മാമനും റഹ്മാനും കൂടി വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ തിരികെ ഓടി കയറുന്നു. കെനീസ് ആണെങ്കിൽ റോഡിൽ കിടന്ന ഒരു ട്രക്കിനുള്ളിലേക്കാണ് കയറി രക്ഷപ്പെടുന്നത്. ഇവരുടെ കാറിന് ഇടിക്കാൻ വന്ന ട്രക്കില്ലേ, അതേ ട്രക്ക്. പക്ഷേ സോംബികൾ വിടുവോ? എല്ലാം കൂടി വന്ന് ആ ട്രക്കിനെ അങ്ങ് പൊതിയുന്നു. കെനീസിനാണെങ്കിൽ കാർ പോലും ഓട്ടിക്കാൻ അറിയില്ല, പിന്നല്ലേ ട്രക്ക് ഓട്ടിക്കുന്നത്. എങ്ങനെ രക്ഷപ്പെടും? അവള് പെട്ട അവസ്ഥയിലായി പോയി. എന്നാൽ ഈ സമയത്താണ് നമ്മുടെ നിക്സിയും കരീനയും കൂടി ബൈക്കിൽ അങ്ങോട്ടേക്ക് വരുന്നത്. പോലീസ് സ്റ്റേഷന്റെ അടുത്തെത്താറായപ്പോഴേ അവര് കണ്ടു ട്രക്കിന് പൊതിഞ്ഞു നിൽക്കുന്ന സോംബികളെയും അതിനുള്ളിലിരിക്കുന്ന കെനീസിനെയും. കെനീസും കണ്ടിരുന്നു അവരെ. പക്ഷേ എങ്ങനെ അടുത്തേക്ക് ചെല്ലും? പക്ഷേ സോംബികളെ കണ്ട വെപ്രാളത്തില് നിക്സി ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് റിവേഴ്സ് എടുക്കാൻ നോക്കുന്നു. പക്ഷേ ബൈക്ക് സ്റ്റാർട്ട് ആവുന്നില്ല. മാത്രമല്ല ഈ ശബ്ദം കേട്ടുകൊണ്ട് സോംബികളെല്ലാം കൂടി അവരുടെ നേർക്ക് കൂടി പാഞ്ഞു വരാൻ തുടങ്ങി. എന്നാൽ പെട്ടെന്നാണ് ചറപറാന്ന് വീണ്ടും പടക്കങ്ങൾ പൊട്ടാൻ തുടങ്ങിയത്. വേറെ ആരുമല്ല, അത് കെനീസ് ആയിരുന്നു. പടക്കം പൊട്ടുന്ന ശബ്ദം കിട്ടതും സോംബികളെല്ലാം കൂടി നേരെ വയലിലേക്ക് വെച്ച് പിടിക്കാൻ തുടങ്ങി. ഈ ഗ്യാപ്പ് നോക്കി കെനീസ് പെട്ടെന്ന് ട്രക്കിൽ നിന്നും ഇറങ്ങി തന്റെ മകന്റെ അടുത്തേക്ക് ഓടി ചെല്ലുന്നു. അമ്മയെ കണ്ടതും റിയാൻ സന്തോഷത്തോടെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നു. എന്നാൽ അപ്പോഴാണ് ദൂരെ നിന്നും ഒരു സോംബിയോടി തങ്ങളുടെ അടുത്തേക്ക് വരുന്നത് കെനീസ് കാണുന്നത്. അതിനെ കണ്ടതും 4 പേരും കൂടി വീണ്ടും തിരികെ ഓടി ആ ട്രക്കിനുള്ളിലേക്ക് തന്നെ കയറുന്നു. ഒളിക്കാൻ വേറെ സ്ഥലമില്ലല്ലോ. അപ്പോഴേക്കും പടക്കം തേടിപ്പോയ ബാക്കി സോംബികളെല്ലാം തിരികെ വരാൻ തുടങ്ങി. എല്ലാം കൂടി പഴയതുപോലെ തന്നെ വീണ്ടും ട്രക്കിനടുത്തേക്ക് കുമിഞ്ഞു കൂടി വരുന്നു. ഇനിയും ഇവിടെ നിൽക്കാനാണെങ്കിൽ ട്രക്ക് പൊളിച്ചുകൊണ്ട് സകലതും അകത്തേക്ക് കയറും. ഭാഗ്യത്തിന് നമ്മുടെ കരീനയ്ക്ക് ഡ്രൈവിംഗ് അറിയായിരുന്നു. പക്ഷേ കാർ മാത്രം ഓടിക്കാനേ അറിയൂ. എങ്കിലും ഒരു കൈ നോക്കാമെന്ന് കരുതി അവൾ ട്രക്ക് സ്റ്റാർട്ട് ചെയ്തു. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് റിവേഴ്സ് എടുത്തുകൊണ്ട് പിറകിലെ മുന്നിലുള്ള സകല സോംബികളെ ഇടിച്ചിടുന്നു. ശേഷം പോലീസ് സ്റ്റേഷൻ ലക്ഷ്യമാക്കി ഒരൊറ്റ പാച്ചില് മുന്നിലുണ്ടായിരുന്ന സോംബികളെല്ലാം ഇടിച്ച് ചമ്മന്തിയാക്കി. അങ്ങനെ ഒരു വിധത്തില് എങ്ങനെയൊക്കെ ഓടിച്ചിട്ട് പോലീസ് സ്റ്റേഷനിലെത്തി. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വണ്ടിക്ക് ബ്രേക്ക് ഇല്ല. അത് കാരണം വണ്ടി ബ്രേക്ക് ഇല്ലാതെ പോലീസ് സ്റ്റേഷന്റെ വാതിലൊക്കെ ഇടിച്ചു പൊളിച്ചുകൊണ്ട് നേരെ ഉള്ളിൽ കയറി ഇടിച്ചു നിൽക്കുന്നു. ഇപ്പൊ പോലീസ് സ്റ്റേഷന്റെ വാതിലില്ല. സോംബികൾക്ക് ഈസി ആയിട്ട് അകത്തേക്ക് കയറുകയും ചെയ്യാം. 4 പേരും സമയം കളയാതെ വേഗം തന്നെ ട്രക്കിന് പുറത്തേക്ക് ഇറങ്ങി. നിക്സിയെ കണ്ടതും റഹ്മാൻ സന്തോഷത്തോടെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. എന്നാൽ അപ്പോഴാണ് എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. നമ്മുടെ മാമനില്ലേ, മാമന്റെ കാല്
കാല് ഒരു വലിയ അലമാരയുടെ അടിയിലായിട്ട് കുടുങ്ങിപ്പോയി. എല്ലാവരും കൂടി ശ്രമിച്ചു നോക്കിയിട്ട് പോലും പുറത്തെടുക്കാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും വണ്ടി ഇടിച്ച് ശബ്ദം കേട്ടുകൊണ്ട് സകല സോംബികളും കൂടി കൂട്ടത്തോടെ അങ്ങോട്ട് കയറിച്ചെത്തുകയാണ്. പോലീസ് സ്റ്റേഷൻ ഇപ്പോൾ വാതിലില്ലല്ലോ, അതുകൊണ്ട് കിട്ടിയ ഗ്യാപ്പിലൂടെയെല്ലാം അതുങ്ങൾ അകത്തേക്ക് നുഴഞ്ഞു കയറാൻ തുടങ്ങി. റഹ്മാൻ തന്റെ അടുത്തേക്ക് വരുന്ന ഓരോന്നിനായിട്ട് വെടിവെച്ചിടുകയാണ്. മാമനും തങ്ങളുടെ അടുത്തേക്ക് വരുന്ന സോംബികളോടെല്ലാം പൊരുതി നിൽക്കുകയാണ്. പക്ഷേ എത്ര നേരം ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും? കരീന പതിയെ സൈഡിൽ കൂടി ചെന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ അതുവഴി രക്ഷപ്പെടാനൊരു വഴിയുണ്ട്. പക്ഷേ അവരൊക്കെ എത്രയൊക്കെ ശ്രമിച്ചു നോക്കിയിട്ടും മാമനെ എവിടെ എഴുന്നേൽപ്പിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സോംബികളുടെ എണ്ണവും കൂടി വരുന്നു. അതുങ്ങളൊക്കെ എപ്പോ വേണമെങ്കിലും ഇതെല്ലാം കൂടെ പൊളിച്ചകത്ത് കയറാം. എന്നെ കൊണ്ട് പറ്റില്ല, നിങ്ങൾ രക്ഷപ്പെടാൻ നോക്ക്. ഇത്രയും നാളായിട്ടും എനിക്ക് ഒന്നും നേടാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇത് എന്റെ സമയമാണ്, നിങ്ങളെല്ലാം രക്ഷപ്പെടാൻ നോക്ക്. ഇതേ സമയം റഹ്മാനും നിങ്സിയും കൂടി വേറെ ഭാഗത്തായിട്ടാണ് നിൽക്കുന്നത്. സോംബികളെല്ലാം വെടിവെച്ചുകൊണ്ട് പിറകിലേക്ക് നടക്കുന്ന വഴിക്ക് നിങ്സ് ചെന്ന് നിൽക്കുന്നതാണെങ്കിലോ നേരത്തെ സോംബിയായി മാറിയ ഒരു പോലീസ് ഓഫീസറെ പൂട്ടിയിട്ട സെല്ലില്ലേ, അതിന്റെ മുന്നിലായിട്ടാണ്. അവൾ അറിയാതെ ചെന്ന് ആ സെല്ലിലേക്ക് ചാരിയതും സോംബി വന്ന് അവളുടെ കയ്യിലേക്ക് കടിക്കുന്നത് ഒരുമിച്ചായിരുന്നു. ഇത് കണ്ട് ദേഷ്യം വന്ന റഹ്മാൻ വെടിവെച്ച സോംബിയെ കൊന്നുകളഞ്ഞു. ഇനിയിപ്പോൾ ഉടനെ തന്നെ അവള് സോംബിയായി മാറും. പക്ഷേ വിഷമിച്ചു നിൽക്കാനുള്ള സമയമൊന്നുമില്ല. അപ്പോഴേക്കും സോംബികൾ കൂട്ടത്തോടെ അവന്റെ അടുത്തേക്ക് എത്തിയിരുന്നു. തോക്കിന്റെ ബുള്ളറ്റ് തീർന്നുപോയി. ഇനി എന്ത് ചെയ്യാനാ? ഒടുക്കം സോംബികളെല്ലാം കൂടി രണ്ടുപേരെയും കടിച്ചു പറിക്കാൻ തുടങ്ങി. എന്നാൽ ആ നിമിഷമാണ് റഹ്മാൻ ഒരു കാര്യം ഓർത്തത്. ആ വേദനയിലും അവൻ തന്റെ പോക്കറ്റിൽ നിന്നും റിംഗ് എടുത്ത് അവളുടെ നേരെ നീട്ടി. നിങ്സിയും സന്തോഷത്തോടെ അത് വിരലിലേക്ക് അണിയുന്നു. അടുത്ത നിമിഷം തന്നെ സോംബികൾ കൂട്ടത്തോടെ വന്ന് അവരെങ്ങ് മൂടി. ഇതേ സമയം മാമൻ തന്റെ കയ്യിലായിട്ട് ഒരു പടക്കം കത്തിച്ചു പിടിച്ചിരിക്കുകയാണ്. നിങ്ങളൊക്കെ ഒന്ന് വേഗം പോ, ഒട്ടും സമയമില്ല, വേഗം പോകാൻ നോക്ക്. കെനീസ് ആണെങ്കിൽ ഒരു വിധത്തിൽ പോത്തില്ല, അവളുടെ സ്വന്തം അനിയനല്ലേ, എങ്ങനെ കളഞ്ഞിട്ട് പോകും? പക്ഷെ അവിടെ നിന്നാൽ തങ്ങളുടെ എല്ലാവരുടെ ജീവൻ നഷ്ടമാകുന്നു മനസ്സിലായതും കരീന വേഗം വന്ന് റയാനെയും അവളെയും അവിടുന്ന് പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്നു. അപ്പോഴേക്കും പുറത്തുണ്ടായിരുന്ന സോംബികളെല്ലാം കൂടി അകത്തേക്ക് കയറി മാമന്റെ അടുത്തേക്ക് വന്നു. നേരത്തെ ആ ട്രക്ക് വന്ന് ഇടിച്ചു നിന്നത് കാരണം പെട്രോൾ ടാങ്ക് പൊട്ടിയിരുന്നു. സോംബികളെല്ലാം തന്നെ വന്ന് മൂടിയതും മാമൻ കയ്യിലുണ്ടായിരുന്ന ആ പടക്കം പെട്രോൾ ടാങ്കിന് അടുത്തേക്ക് ഒരു ഒറ്റയേറ്. അടുത്ത സെക്കൻഡിൽ തന്നെ ആ പോലീസ് സ്റ്റേഷൻ അടക്കം പൊട്ടിച്ചിതറി. അതിന്റെ അകത്തും പുറത്തും ഉണ്ടായിരുന്ന സകല സോംബികളും ചത്തു. കെനീസും കരീനയും റയാനും മാത്രമാണ് അവിടുന്ന് രക്ഷപ്പെട്ടത്. അങ്ങനെ രക്ഷപ്പെട്ട 3 പേരും കൂടി ബൈക്കിനടുത്തേക്ക് വരുന്നു. പക്ഷെ അന്നേരമാണ് കെനീസ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ എപ്പോഴും അവളുടെ കയ്യിൽ കടിയേറ്റിരുന്നു. അവള് പോലും അതൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അമ്മയ്ക്ക് എന്താ പറ്റിയത്? അമ്മയ്ക്ക് ഇപ്പോൾ മോന്റെ കൂടെ വരാൻ പറ്റില്ല, അതുകൊണ്ട് മോൻ ആന്റിയുടെ കൂടെ പോണം കേട്ടോ. പറ്റില്ല, അമ്മ എന്റെ കൂടെ വരണം. വരും, തീർച്ചയായിട്ടും അമ്മ വരും. അതും പറഞ്ഞ് അവള് റിയാനെ കെട്ടിപ്പിടിക്കുന്നു. അവൾ അങ്ങനെ പറഞ്ഞെങ്കിലും റിയാന് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായിട്ടുണ്ട്. കരീനയ്ക്കും അതങ്ങോട്ട് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. നീ ഞങ്ങളുടെ കൂടെ വാ, ഇനിയും ഒരിക്കൽ കൂടി നിന്നെ നഷ്ടപ്പെടുത്താൻ എനിക്ക് വയ്യ. അവളങ്ങനെ പറഞ്ഞതും കെനീസ് വേഗം ചെന്ന് അവളെ സങ്കടത്തോടെ കെട്ടിപ്പിടിക്കുന്നു. ഈ നിമിഷം വരെ അവളോടുണ്ടായിരുന്ന കെനീസിന്റെ സകല ദേഷ്യവും പോയെന്നാണ്. അവനെയും കൂടി ഇവിടുത്തെ രക്ഷപ്പെടാൻ നോക്ക്, ഇനി നീ വേണം അവനെ നോക്കാൻ. അതും പറഞ്ഞ് അവള് പെട്ടെന്ന് അവരുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുന്നു. എന്നാൽ അപ്പോഴാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെട്ട ബാക്കി സോംബികളെല്ലാം അവിടെ കൂടി വരുന്നത്. അത് കണ്ടതും കരീനെ റയാനെയും എടുത്തുകൊണ്ട് വേഗം സ്കൂട്ടറിൽ കയറി അവിടുന്ന് രക്ഷപ്പെടുന്നു. സോംബികളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി കെനീസ് തന്റെ കയ്യിലുണ്ടായിരുന്ന പടക്കം പൊട്ടിക്കാൻ തുടങ്ങി. ശേഷം അതുമായിട്ട് അവൾ ആ വയലിലേക്ക് ഇറങ്ങി നടന്നു. ആ ശബ്ദം കേട്ട് അവളുടെ തൊട്ട് പിറകെ സോംബികളും. അതെല്ലാം കൂടി അവളുടെ തൊട്ടടുത്ത് എത്താറായതും കയ്യിലുണ്ടായിരുന്ന തോക്ക് വെച്ച് കെനീസ് സ്വയം വെടിവെച്ച് മരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ നേരം വെളുത്തു. കരീനയും റയാനും ഇപ്പോൾ ദൂരെ ഏതോ ഒരു നാട്ടിലെത്തിയിട്ടുണ്ട്. ഇനി ഒരു പാലവും കൂടി താണ്ടിയാൽ ഈ നാട് കടക്കാം. ഒട്ടും സമയം പാഴാക്കാതെ വേഗം തന്നെ അവർ ഈ പാലവും കടന്ന് ഈ നാടും താണ്ടി പോകുന്നു. പക്ഷേ അവര് പോയതിന്റെ തൊട്ടു പിറകെ തന്നെ ഉണ്ടായിരുന്ന ഒരു സോംബിയും. തുടക്കത്തില് ഇവരെ ചേസ് ചെയ്ത് പുറകെ വന്നൊരു സോംബിയില്ലേ, അതേ സോംബി. അടുത്തതായിട്ട് ഒരു വലിയ സിറ്റിയാണ് കാണിക്കുന്നത്. സിനിമയുടെ തുടക്കത്തിൽ ആ മരുന്നിന്റെ 2 സാമ്പിളുകൾ കൊണ്ടുപോകുന്നതായിട്ടല്ലേ കാണിച്ചത്. അതിലെ ഒരു സാമ്പിൾ കൊണ്ടുവന്നത് ഗ്രേസ് എന്ന് പറഞ്ഞതേ ഈ അമ്മമ്മയ്ക്ക് വേണ്ടിയാണ്. മാത്രമല്ല അമ്മമ്മ അത് കുടിക്കുകയും ചെയ്തു. അതിനർത്ഥം ഏത് നിമിഷം വേണമെങ്കിലും അമ്മമ്മയും സോംബിയായി മാറാം. എന്ന് വെച്ചാൽ ഈ സിറ്റി മുഴുവനും ഉടൻ തന്നെ സോംബികളുടെ അംഗക്കളമായി മാറാൻ പോവുകയാണ്. അങ്ങനെ ആ ഒരു സീനും കാണിച്ചുകൊണ്ട് ഈ മൂവിയോട് അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണുവരെ നന്ദി.